21 ഒരു ഐഡിയൽ ഗ്യാസ് ഇരിക്കുക. എന്നിട്ട് ഇനിഷ്യൽ ടെമ്പറേച്ചർ ടി ആണ്. അത് അഡയബാറ്റിക് ആയിട്ട് എക്സ്പാൻഡ് ആകുது. ഇറ്റ് ഇസ് ജൂൾസ് ഓഫ് വർക്ക്. അതായത് ഗ്യാസ് ഈസ് ഡൂയിങ് എ വർക്ക് ഓഫ് 6 ജൂൾസ് ഓഫ് വർക്ക് അഡയബാറ്റിക്കലി എന്നാണ്. അപ്പം ഗ്യാസ് വർക്ക് പണുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്പാൻഡഡ്. ഓക്കെ, അപ്പോൾ ഈ അഡയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഡെൽറ്റ ക്യൂ ഈസ് ഓൾവേസ് 0. അപ്പോൾ വർക്ക് ഡൺ ഇൻ ദ എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ആക്ച്വലി എക്സ്പാൻഷൻ്റെ കേസിൽ ഗ്യാസ് വർക്ക് പണുമ്പോൾ இன்டர்னல் எனர்ஜி யூஸ் பண்ணிட்டு தான் gas expand ஆகுது. therefore its temperature will decrease. okay, and moreover delta U equal to delta W numerically. അപ്പോൾ അതിൻ്റെ ഗാമ ഈസ് ഗിവൺ CP/CV ഈസ് 5/3. ഫൈനൽ ടെമ്പറേച്ചർ தான் കേട്ടത്. അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചറിനേക്കാൾ കമ്മിയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ. therefore we can write the equations. Adiabatic process delta Q will be 0 and in work done on the expense of internal energy. therefore delta U equal to delta W. therefore work done ന് ബദലായിട്ട് എപ്പോഴും എഴുതാം ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ എനർജി ആണെങ്കിൽ എപ്പോഴും എഴുതാം CV ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ T1 മൈനസ് T2 എന്ന് தான் എഴുതിയിരിക്കും. ബിക്കോസ് ആ ന്യൂമറിക്കൽ വാല്യൂ മട്ടും தான் എടുത്തിരിക്കും. ബിക്കോസ് ഈ T1 ആണ് പെരിസ്, T2 ആണ് ചിന്നത്. ബിക്കോസ് ഇത് എക്സ്പാൻഷൻ ആണ്, ഗ്യാസ് ഡൂ ദ വർക്കാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ്, ഫൈനൽ ടെമ്പറേച്ചർ ഈ സ്മോൾ. ഇവിടെ ഫൈനൽ മൈനസ് ഇനിഷ്യൽ വന്നാൽ ഒരു നെഗറ്റീവ് സൈൻ വരും. അതിനെ അവോയ്ഡ് പണ്ണതുക്കാக தான் ഐ എം റൈറ്റിംഗ് T1 മൈനസ് T2. അപ്പോൾ ഇതിൻ്റെ CVക്ക് ബദലായിട്ട് R/γ-1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6R. ഇനി ഗാമയുടെ വാല്യൂ 5/3 സബ്സ്റ്റിറ്റ്യൂട്ട് പണി ഈ ആറും ഇവിടുത്തെ ആറ് കട്ടാകും. ഇനി ഇനിഷ്യൽ ടെമ്പറേച്ചർ T, ഫൈനൽ ടെമ്പറേച്ചർ T2, ഫൈനലി ഫൈനൽ ടെമ്പറേച്ചർ ഈസ് T-4 കെൽവിൻ എന്ന് വരും. അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചറിൽ നിന്ന് 4 ഡിഗ്രി ഓർ 4 കെൽവിൻ കമ്മിയായിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. ആ ബിയും സിയും ബ്ലോക്കുകൾ, ഈ രണ്ട് ബ്ലോക്കുകൾ കോണ്ടാക്ട് ഉണ്ട്. ഈ കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ தான் കേട്ടിരിക്കും, കോണ്ടാക്ട് ഫോഴ്സ്. ആക്ച്വലി ഇതൊരു 10 കിലോഗ്രാം, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 10. അപ്പോൾ ഇതിനെ ഒരു സ്ട്രിങ് വെച്ച് കണക്ട് പണിയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 100 ന്യൂട്ടൺ. ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ടെൻഷനും നോർമൽ റിയാക്ഷനും എല്ലാം ഈ സിസ്റ്റത്തിനെ മൊത്തமாக കൺസിഡർ പണുമ്പോൾ അതെല്ലാം ഇൻറ്റേർണൽ ഫോഴ്സുകളാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒരേ ഒരു ഫോഴ്സ്, അത് ഈ 100 ന്യൂട്ടൺ தான். അപ്പോൾ இந்த 100 ന്യൂട്ടൺ അപ്ലൈ പണി ഇതിനെ മൂവ് പണുമ്പോൾ ദ എൻറ്റയർ സിസ്റ്റം ഈസ് മൂവിങ് വിത്ത് എ കോമൺ ആക്സിലറേഷൻ. ബിക്കോസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഒരേ ലൈനിൽ താൻ പോകുന്നത്, ട്രാൻസ്ലേഷണൽ മോഷൻ. therefore in the C, in the B, in the A ഇവരുടെ എല്ലാവരുടെ ആക്സിലറേഷൻ സെയിം ആണ്. അപ്പോൾ ഈ കോമൺ ആക്സിലറേഷനിൽ വരുന്ന സിസ്റ്റത്തിന് അനലൈസ് പണുമ്പോൾ ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡ് ഈസ് ഫസ്റ്റ് ഫൈൻഡ് ദ കോമൺ ആക്സിലറേഷൻ. അപ്പോൾ കോമൺ ആക്സിലറേഷൻ എപ്പോഴും കണ്ടുപിടിക്കും? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ്, അതാണ് എഫ് നെറ്റ് ബൈ എം നെറ്റ്. therefore consider the blocks are moving with common acceleration. that is an important thing. അപ്പോൾ ആ കോമൺ ആക്സിലറേഷൻ എഫ് നെറ്റ് ബൈ എം നെറ്റ് എന്ന് എഴുതാം. എഫ് നെറ്റ് ഈസ് 100, എം നെറ്റ് എപ്പോഴും എഴുതാം? ഈ ബ്ലോക്കുകളുടെ എല്ലാം ബ്ലോക്കുകളുടെ മാസ് എടുക്കുമ്പോൾ 10+10+5 ദാറ്റ് ഈസ് 25 കിലോഗ്രാം. 25 കിലോഗ്രാം എഴുതുമ്പോൾ കോമൺ ആക്സിലറേഷൻ ആർ ഗെറ്റിംഗ് 4 m/s². ഇനി அந்த ബി ബ്ലോക്കിൻ്റെ മട്ടും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അതിനകത്ത് ആക്ട് പണ്ടുന്ന ഒരേ ഒരു ഫോഴ്സ്, ബി ബ്ലോക്കിൽ മട്ടും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അതിനകത്ത് ആക്ട് പണ്ടുന്ന ഒരേ ഒരു ഫോഴ്സ് ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് മട്ടും. therefore അതിൻ്റെ മട്ടും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ 5ൽ ഇവിടെ കോണ്ടാക്ട് ഫോഴ്സ് വരും, അതേ ഡയറക്ഷനിൽ ആക്സിലറേഷൻ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ F = ma 5 × 4 ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ ആണ് അവിടുത്തെ നോർമൽ റിയാക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 വാട്ട് ഈസ് എ വോൾട്ട് മീറ്റർ റീഡിംഗ് എന്നാണ്. ആക്ച്വലി ഇത് ഈ അമ്മീറ്റർ വോൾട്ട് മീറ്റർ എല്ലാം നോർമലി നമ്മൾ കൺസിഡർ പണുമ്പോൾ ദേ ആർ സെയിങ് ഐഡിയൽ ഒൺലി വി വിൽ അസ്യൂം. ഐഡിയൽ വോൾട്ട് മീറ്ററിന് ഹാവിങ് ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ്. ഐഡിയൽ വോൾട്ട് മീറ്റർ ഈസ് ഹാവിങ് ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ഇരിക്കുമ്പോൾ ഈ പോയിൻറ്റിന് ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ആൻ ഓപ്പൺ സർക്യൂട്ട് എന്നാണ്. ആക്ച്വലി ഇവിടെ ഇത് തേവയില്ല. ആക്ച്വലി അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇൻ ദ റെസിസ്റ്റർ വഴി ഫ്ലോ പണ്ണാതെ. ആക്ച്വലി ഇൻ ദ 60 40 പാരലാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 24. ഒരു സിംഗിൾ റെസിസ്റ്റർ വരും. ബട്ട് എന്താ റെസിസ്റ്ററിലൂടെ കറണ്ട് വരാതെ, അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് എന്ത് വരാതെ? ഡ്രോപ്പ് വരാതെ. അപ്പോൾ therefore ഇവിടുത്തെ ഈ 6 വോൾട്ട് ഡ്രോപ്പ് ഇതിന് അക്രോസ് പോകാതെ മൊത്തം വോൾട്ടേജും ഈ വോൾട്ട് മീറ്ററിന് അക്രോസ് தான் വരും. therefore if you consider the ഡയഗ്രാം, ഇത് നമ്മുടെ ഡയഗ്രാം. ഈ 60 40 ഞാൻ പാരൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഒരു 24 വെച്ച് റീപ്ലേസ് പണി. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് I എന്ന് അസ്യൂം പണി. ബട്ട് ഈ കറണ്ട് 0 ആണ്. വൈ? ബിക്കോസ് ഓഫ് ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ്. therefore നോ കറണ്ട്. അപ്പോൾ നോ കറണ്ട് വരുമ്പോൾ എന്ത് വരും? ഈ 24 അക്രോസ് നോ ഡ്രോപ്പ്.
ഈ സർക്യൂട്ട് എടുത്താൽ KVL അപ്ലൈ பண்ணுമ്പോൾ ഇതിനകത്ത് നോ ഡ്രോപ്പ് താൻ വരും. അപ്പോൾ ദർ ഈസ് നോ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ. അപ്പോൾ ഈ മൊത്തം 6 വോൾട്ടും ആർക്ക് അക്രോസ് വരും? ഇൻ ദ വോൾട്ട് മീറ്റർക്ക് അക്രോസ് വരും. ആൻഡ് വോൾട്ട് മീറ്റർ റീഡിംഗ് വിൽ ബി ദ സെയിം 6 വോൾട്ട്. ആക്ച്വലി ഇവിടെ എന്താണ് മോഷണൽ EMFൻ്റെ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 24 ഈസ് മോഷണൽ EMF. മോഷണൽ EMF എടുക്കുമ്പോൾ എപ്പോഴും വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് എടുത്താൽ പോലും. അപ്പോൾ വാട്ട് ഓർ ബി ദ ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് എടുക്കുമ്പോൾ ഇതിനകത്തൊരു ജനറൽ ആയിട്ടുള്ളൊരു എലമെൻറ്റ് DL എടുത്താൽ ആ DLനെ ഒരു ആർക്ക് എടുത്താൽ ആ DLനെ 2 കമ്പോണൻ്റ് ആക്കിയാൽ X കമ്പോണൻ്റ് ആൻഡ് Y കമ്പോണൻ്റ്. ഈ X കമ്പോണൻ്റ് വെലോസിറ്റിക്ക് പാരലും ഈ Y കമ്പോണൻ്റ് ഓഫ് ലെങ്ത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ ഈ പാരൽ കമ്പോണൻറ്റിൽ ഒരിക്കലും എന്ത് വരാതെ മോഷണൽ EMF വരാതെ ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൽ മറ്റുന്താ മോഷണൽ EMF വരും. ബിക്കോസ് വെലോസിറ്റി വന്ന് റൈറ്റ് സൈഡിലേക്കും ഇത് പെർപെൻഡിക്കുലർ. അപ്പോൾ ദർഫോർ എഫക്റ്റീവ് ലെങ്ത് എടുക്കുമ്പോൾ ഈ Y കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ എടുത്താൽ പോകും. അപ്പോൾ ഈ ടോട്ടൽ Y എല്ലാം ആഡ് பண்ணுമ്പോൾ ഇൻ്റഗ്രൽ DY വരും. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് താൻ വരും. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ല ഇതിൻ്റെ ഈ ആർക്കിൻ്റെ ടോട്ടൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതെന്ത് വരും? 2R. ഇതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ 2R ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആർക്ക് ലെങ്ത് L. ആർക്ക് ലെങ്ത് മീൻസ് സെമി സർക്കിൾ. ദാറ്റ് πr ഈക്വൽ ടു L. അതിൻ്റെ റേഡിയസ് ഈക്വൽ ടു L/π. സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணுമ്പോൾ BLV ഈസ് ദ EMF. B ഇൻറ്റു Lന് ബദലായിട്ട് 2R കൊടുക്കണം. എഫക്റ്റീവ് വെർട്ടിക്കൽ ലെങ്ത് 2 ടൈംസ് L/π ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ 2BVL/π. അപ്പോൾ ഒരേ ഒരു പോയിന്റ് தான் വാട്ട് ഓർ ബി ദ ഷേപ്പ് ഓഫ് ദ കണ്ടക്ടർ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത് എടുത്താൽ പോതും.